ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ നെയ്ലോർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പുരുഷൻ നെയ്ലോർ, കുഫോസിന്റെ സമഗ്ര പഠന റിപ്പോർട്ടിലാണ് അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണമായത് രാസമാലിന്യത്തിന്റെ അളവ് തന്നെയാണ്. അതിൽ അമോണിയത്തിന്റെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും ഒക്കെ അളവ് പരിശോധനയിൽ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ രാസസാന്നിധ്യം ഒഴുക്കിവിടുന്നതായി തെളിവില്ല, കണ്ടെത്തിയിട്ടില്ല എന്ന്. ഈ റിപ്പോർട്ട് എത്ര ഗൗരവത്തിലെടുക്കേണ്ടതാണ്? തീർച്ചയായിട്ടും എനിക്ക് ആദ്യമേ പറയാനുള്ളത്, കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള സമൂഹത്തോട്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് മാപ്പ് പറയണം. കാരണം ഒരു കള്ള റിപ്പോർട്ടിനെ ന്യായീകരിക്കുകയും നിയമസഭയിലും ജനങ്ങൾക്ക് മുമ്പാകെയും ഈ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഓക്സിജന്റെ കുറവ് മൂലമാണ് മത്സ്യങ്ങൾ ചത്തതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, ഇത് വളരെ അപകടകരമായ നിലയിലാണ് രാസമാലിന്യങ്ങളുടെ തോതെന്നാണ് കുഫോസ് പറയുന്നത്. അപ്പോ നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞ കള്ള റിപ്പോർട്ടിനെ ആകെ തള്ളുന്ന തരത്തിലാണ് കുഫോസിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് എല്ലാ തരത്തിലുള്ള രാസമാലിന്യങ്ങളും രാസവിഷങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡിന്റെയും അതുപോലെ തന്നെ അമോണിയയുടെയും സാന്നിധ്യം വളരെ കൂടുതലാണെന്നാണ്. മാത്രമല്ല എല്ലാ ഹെവി മെറ്റലുകളുമുണ്ട്. കൂടാതെ കീടനാശിനികൾ ഇപ്പോഴും പെരിയാറിൽ ലൈവ് ആണെന്നുള്ളത് ഏറ്റവും പ്രധാനമർഹിക്കുന്ന സംഗതിയാണ്. അതായത് നമ്മൾക്കറിയാം HAL കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ കിടക്കുന്ന DDTയും BHCയും അടക്കമുള്ള മാരകമായ കീടനാശിനികൾ ഇപ്പോഴും ഒഴുകി പെരിയാറിലേക്ക് ചേരുന്നു എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. കാരണം പെരിയാറിന്റെ പല മേഖലകളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്തേക്ക് തന്നെ മനുഷ്യാരോഗ്യത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പെരിയാറിലെ രാസമലിനീകരണ രാസവിഷവും ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്ന കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ആളായിട്ട് മാറുന്നത് വളരെ അപകടകരമായ പ്രവണതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അതാണ് ശ്രീ പുരുഷൻ നെയ്ലോർ. മുഖ്യമന്ത്രി പറയുന്നു രാസമാലിന്യം ഒഴുക്കിവിടുന്നതിന് അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന്. പക്ഷേ മറുവശത്ത് കുറേയേറെ കർഷകരുണ്ട്, കോടികളുടെ നാശനഷ്ടമുണ്ടായ മത്സ്യ കർഷകരുണ്ട്. ഈ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് വീണ്ടും ആവർത്തിക്കുകയല്ലേ ചെയ്യുകയുള്ളൂ? തീർച്ചയായിട്ടും ഇപ്പൊ മുഖ്യമന്ത്രി ഏതാണ്ട് പെരിയാറിലെ 100-ലധികം റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് ലഭ്യമാണ് പെരിയാറിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ട്. അത് കുഫോസിന്റെ മാത്രമല്ല, കുസാറ്റിന്റെ പഠന റിപ്പോർട്ടുണ്ട്, NIOയുടെ പഠന റിപ്പോർട്ടുണ്ട്, CMFRIയുടെ പഠന റിപ്പോർട്ടുണ്ട്. അങ്ങനെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള നിരവധി ഏജൻസികൾ പഠിച്ച റിപ്പോർട്ടുകളുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള നീറിയും NISTയും പഠിച്ചപ്പോഴും അതിനകത്തെല്ലാം തന്നെ രാസമാലിന്യങ്ങളുടെയും കീടനാശിനികളുടെയും അളവ് വളരെ കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുതുതായിട്ടുള്ള പഠനങ്ങൾ 2016-ലും 2019-ലും നടത്തിയ പഠനത്തിലും പെരിയാറിൽ ഉയർന്ന തോതിൽ രാസമാലിന്യങ്ങളും രാസവിഷങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഏജൻസികളെ ഒന്നും വിശ്വസിക്കാതെ, അവരുടെ റിപ്പോർട്ടുകളെ, രാജ്യത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികൾ പറയുന്നത് വിശ്വസിക്കാതെ, ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത്, കേരള സമൂഹത്തോട് വിളിച്ചു പറയുന്നത് അപകടകരമായ പ്രവണതയാണ്. മാത്രമല്ല പെരിയാറിന്റെ തീരത്തുള്ള ക്രിമിനൽ വ്യവസായങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ഞാൻ വാഗ്ദാനം ചെയ്യണമെന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ വയ്യ. യെസ്, ഇവിടെ ശാശ്വത പരിഹാരം എന്ന് താങ്കൾ നിർദ്ദേശിക്കുന്നത് എന്താണ്? പെരിയാറിന്റെ തീരത്തുള്ള എല്ലാ കമ്പനികളും സീറോ ഡിസ്ചാർജ് കൈവരിക്കണം എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2004 മുതൽ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയും അതുപോലെ തന്നെ സുപ്രീം കോടതി നിരീക്ഷണ സമിതിയും പിന്നീട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയും ഒരേ സ്വരത്തിൽ പറയുകയും നടപ്പാക്കണമെന്ന് പറയുകയും 2022 മെയ് 27 ഗ്രീൻ ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കണം. അതായത് സീറോ ഡിസ്ചാർജ്, ശൂന്യ നിർഗമനം കൈവരിക്കണം. മാത്രമല്ല പെരിയാറിന്റെ തീരത്ത് കൂടി ഒരു നിരീക്ഷണ പാത വേണം. അതുപോലെ തന്നെ ഒരു ഡൈക്ക് വാളും. ഇത് രണ്ടും ക്രമീകരിക്കുകയും ഈ പെരിയാറിലേക്ക് വിഷമാലിന്യങ്ങൾ തള്ളുന്ന കമ്പനികളെ ഐഡന്റിഫൈ ചെയ്ത്, ഒരു 26ഓളം കമ്പനികൾ മാത്രമാണ്, ഈ 26 കമ്പനികൾക്കും കൃത്യമായി അവരുടെ കോമ്പൗണ്ടിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒഴുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ കമ്പനികളിലും CCTVയും ഓൺലൈൻ ഫ്ലോ മീറ്ററുകളും സ്ഥാപിച്ചുകൊണ്ടല്ലാതെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാവില്ല. മാത്രമല്ല പെരിയാറിലെ ഒരു റീജനുവേഷൻ പ്രക്രിയ, അതായത് പുനരുജ്ജീവന പരിപാടി ഉടൻ ആരംഭിക്കേണ്ടതുണ്ട്.
അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമായ നടപടി എന്ന് പറയുന്നത് സമാശ്വാസമായിട്ട് ധനം അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതിൽ മാത്രമല്ല, പെരിയാറിൽ ഇനി മത്സ്യക്കുരുതി ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് നന്ദി ശ്രീ പുരുഷനേലൂർ പ്രതികരിച്ചതിന്. ഇനിയും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, മത്സ്യക്കുരുതി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്നാണ് ശ്രീ പുരുഷനേലൂർ പറഞ്ഞിരിക്കുന്നത്. കുഫോസിന്റെ സമഗ്ര പഠന റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പെരിയാറിൽ കൂടിയ അളവിൽ രാസമാലിന്യങ്ങളുടെ കണ്ടെത്തലുകളുണ്ട്. അമോണിയത്തിന്റെയും ഹൈഡ്രജൻ സൾഫൈഡിന്റെയും അളവ് കൂടുതലായിരുന്നു. ഇതാണ് മത്സ്യങ്ങൾ ചത്തുപോകാൻ കാരണമായത് എന്നാണ് കുഫോസിന്റെ സമഗ്ര പഠന റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് മുഹസിന അസുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.